ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, ഒരു മുസ്ലിം നമസ്കാരത്തിന് വേണ്ടിയാണ് ഒളുവെടുക്കുന്നത്. അതല്ലാത്ത കാര്യങ്ങൾക്കും ഒളു എടുക്കാറുണ്ട്. നിർബന്ധമായും നമസ്കരിക്കുന്ന ആളുകൾ ഒളുവെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഒളു നഷ്ടപ്പെട്ടാൽ നമ്മൾ വീണ്ടും ഒളുവെടുക്കണം. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒളു നഷ്ടപ്പെടും, നമ്മൾ അതുകൂടി മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഒളുവെടുക്കുന്ന ആളുകൾ അവരിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാൽ ആ ഒളു ദുർബലമാകും, നിഷ്ഫലമായി പോകും. പിന്നെ അവർ നമസ്കരിക്കണമെങ്കിൽ രണ്ടാമത് ഒളു എടുക്കേണ്ടതുണ്ട്. അതിൽ താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ ഒളു നഷ്ടപ്പെടുന്നതാണ്. അവ 5 കാര്യങ്ങളാണ്. 1, മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ എന്തെങ്കിലും പുറപ്പെടുക. മലം, മൂത്രം, അധോവായു, മതിയ്, വതിയ് തുടങ്ങിയവയിൽ നിന്ന് അല്പമാണെങ്കിലും അധികമാണെങ്കിലും ഒളു ദുർബലപ്പെടുന്നതാണ്. എന്താണ് മതിയ് എന്ന് പറഞ്ഞാൽ? രതിക്രീഡകളെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ അവയുടെ സമയത്തോ ശുക്ലസ്ഖലനത്തിന് മുമ്പ് അല്ലെങ്കിൽ ശുക്ലത്തിന് മുമ്പ് പുറപ്പെടുന്ന വഴുവഴുപ്പുള്ള സ്രവത്തിനെയാണ് മതിയ് എന്ന് പറയുന്നത്. വതിയ് എന്ന് പറഞ്ഞാൽ മൂത്രത്തെ തുടർന്ന് പുറപ്പെടുന്ന കട്ടിയുള്ളതും വെളുത്തതുമായ ഒരു സ്രവമാണ്. അതാണ് വതിയ്. നമ്മളിങ്ങനെ പറഞ്ഞത്, നമ്മൾ ആദ്യം പറഞ്ഞു മതിയും വതിയും പുറപ്പെട്ടാൽ ഒളു നിഷ്ഫലമാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഈ കാര്യങ്ങൾ തന്നെ വ്യക്തമാക്കി പറഞ്ഞത്. രണ്ടാമത്തത്, ദുഷിച്ച രക്തം, മൂത്രം, കാഷ്ടം, തരിമൂക്കിൽ നിന്നുള്ള രക്തം തുടങ്ങിയ മ്ലേച്ഛ വസ്തുക്കൾ മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ അല്ലാതെ പുറപ്പെടുക. നമ്മൾ ഈ പറഞ്ഞ ദുഷിച്ച രക്തവും മൂത്രവും അതുപോലെ കാഷ്ടവുമൊക്കെ മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ അല്ലാതെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് സംഭവിക്കാമല്ലോ. അങ്ങനെ പുറപ്പെട്ടാലും അത് ഒളു മുറിഞ്ഞതായി കണക്കാക്കും എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തത്, ബോധമില്ലാത്ത ഗാഠനിദ്ര, ബോധക്ഷയം, ഭ്രാന്ത്, ലഹരി മരുന്ന് മുതലായവ കൊണ്ട് സ്വബോധം നഷ്ടപ്പെടുക. ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടായാലും ഒളു നഷ്ടപ്പെടുന്നതാണ്. അയാളെ രണ്ടാമതും ഒളു കൊടുക്കണം. നാലാമത്തത്, മറ കൂടാതെ ഗുഹ്യസ്ഥാനങ്ങൾ സ്പർശിക്കുക. അങ്ങനെ വന്നാലും ഒളു കൊടുക്കേണ്ടതുണ്ട്. അഞ്ചാമത്തത്, ഒട്ടകമാംസം കഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ ഇറച്ചി തിന്നുന്നവരെ സംബന്ധിച്ച് പറഞ്ഞത് അവർ ഒളു എടുക്കട്ടെ എന്നാണ്. മറ്റു മാംസങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നും മറ്റു ഹദീസുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായാൽ, ഒളുവെടുത്ത ഒരാളിൽ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അയാളുടെ ഒളു നിഷ്ഫലമായി, അയാളെ രണ്ടാമത് വീണ്ടും ഒളുവെടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഒളുവില്ലാത്തയാൾക്ക് നിഷിദ്ധമായ കാര്യങ്ങളുണ്ട്. ഒളുവില്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒളു ഉണ്ടാകണം. 1, നമസ്കാരം. ഒളുവില്ലാതെ നമസ്കാരം ശരിയാവുകയില്ല. 2, കഅബ പ്രദക്ഷിണം ചെയ്യുക, തവാഫ് ചെയ്യുക. ഹജ്ജ് ഉംറയൊക്കെ പോകുമ്പോൾ മക്കത്തെത്തിയിട്ട് കഅബ തവാഫ് ചെയ്യുമ്പോൾ ഒളു ഉണ്ടായിരിക്കണം. പിന്നെ മറ കൂടാതെ ഖുർആൻ ഡയറക്റ്റ് സ്പർശിക്കുന്നിടത്തും ഒളു നല്ലതാണ്, ഒളു ഉണ്ടാകണം. അതതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർവഹിക്കും മുമ്പ് ഒളു ഉണ്ടാകണമെന്ന കാര്യം കൂടി നമ്മൾ അറിയണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ച് ഉൾക്കൊണ്ട്
മതത്തിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.